ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് നാം ആരാണെന്ന സത്യം അറിയില്ല എന്നതൊരു പരമാർത്ഥമാണ്. ഈ കാണുന്ന ദേഹമാണ് ഞാൻ എന്ന അറിവല്ലേ നമുക്കൊക്കെയുള്ളൂ. പക്ഷെ ഇതാണോ സത്യത്തിൽ? നാം ദേഹമല്ല, ദേഹാതീത പൊരുളാണ് നാം ഓരോരുത്തരും എന്ന് കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ അത് വ്യക്തമായി കിട്ടുന്നതാണ്. പക്ഷേ താനറിയില്ല താനാരെന്ന സത്യം, നാമരൂപങ്ങൾക്കതീതമാം സത്യം, ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം, താനായിരിഞ്ഞു നിന്നിടുന്ന സത്യം. ആ പരമസത്യമാണ് നാം ഓരോരുത്തരും. പക്ഷേ നമുക്കതറിയാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് നാം എന്നറിയണമെങ്കിൽ അതറിയാതിരിക്കാൻ കാരണമായതെന്താണ് എന്ന് നാം ആരായേണ്ടിയിരിക്കുന്നു. അതിനെ അറിയുന്നത് നമ്മുടെ മനസ്സിലൂടെയാണ്. മനസ്സ് പരമ പവിത്രമായാൽ, ചിന്തയ്ക്ക് അധീനം ആകാതിരുന്നാൽ, നിശ്ചിന്തമായി കഴിഞ്ഞാൽ ആ മനസ്സിൽ തെളിഞ്ഞു വരും താൻ ആരാണെന്ന പരമസത്യം. എന്നാൽ ആ മനസ്സിൽ കാമക്രോധ മതമത്സര്യാദികളാകുന്ന മാലിന്യങ്ങൾ നിറഞ്ഞാൽ ഒരിക്കലും ആ മനസ്സിന് ഇത് തെളിയിച്ചു തരാൻ സാധിക്കുകയില്ല. താൻ ആരാണെന്ന പരമസത്യം തെളിയിച്ചു തരുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ്. അതേ മനസ്സ് തന്നെയാണ് നമ്മുടെ പരമസത്യത്തെ തിരിച്ചറിയാൻ സഹായിക്കാത്തതും. അതിനാൽ താനറിയില്ല താൻ ആരെന്ന സത്യം, നമ്മൾ ആരാണ് എന്നത് നമുക്കറിയില്ല. നാമരൂപങ്ങൾക്കതീതമാം സത്യം, നമുക്കൊരു പേരുണ്ട്. ആ പേര് ചൊല്ലി വിളിച്ചാൽ നാം വിളി കേൾക്കുന്നു. എന്നാൽ പേരില്ലാത്ത ഒരു ശക്തിയാണ് നാം. നാമരൂപങ്ങൾക്ക് അതീതമാണത്. നാമവും രൂപവും ഇതിനാണ്, ഈ ദേഹത്തോടു കൂടിയ ദഹിക്കാനുള്ളത്. എന്നാൽ നാമരൂപങ്ങൾക്ക് അതീതമായ ശക്തിയാണ് നാം ഓരോരുത്തരും. അതെങ്ങനെയാണ് നമുക്കറിയുക? ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം. ധ്യാനം കൊണ്ട് ബോധപൂർവം ബോധത്തിലേക്കുള്ള ബോധത്തോടു കൂടിയുള്ള യാത്ര, വികാരാത്മകമായ മനസ്സിൻ്റെ യാത്രയാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും. എന്നാൽ ബോധത്തോടു കൂടിയ വിവേകത്തോടു കൂടിയ യാത്രയാണ് ധ്യാനം. ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം. ധ്യാനം കൊണ്ടാണ് അത് തെളിഞ്ഞു കിട്ടുക. താനായെരിഞ്ഞു നിന്നിടുന്ന സത്യം. എന്നാൽ ആ പരമസത്യം എങ്ങനെയുള്ളതാണ്? അത് തന്നെയാണ് ഞാൻ എന്ന പരമസത്യത്തെ തെളിയിച്ചുകൊണ്ട് ഇരിക്കുന്ന പരമസത്യമാണത്. താനായെരിഞ്ഞു നിന്നിടുന്ന സത്യം. അതിനെ തെളിയിക്കാൻ, അതിനെ കത്തിക്കാൻ ഒരു വിളക്കിൻ്റെയും എണ്ണയുടെയും തീപ്പട്ടിയുടെയും ഒന്നും ആവശ്യമില്ല. അതൊരു കൊടുങ്കാറ്റിലും കെട്ടുപോകാത്ത വിധത്തിൽ അത് ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളതാണ് നാം, നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ആ പരമസത്യം. ആ സത്യത്തെയാണ് നാം അറിയേണ്ടത്. അതിനെ അറിയാനാണ് നാം ഈ ലോകത്തിലേക്ക് ഈ ദേഹമെടുത്ത് വന്നിരിക്കുന്നത്. ഈ ദേഹം കൊണ്ട് മാത്രമേ അതറിയാൻ സാധിക്കുകയുള്ളൂ. അത്രയും മഹത്തായ ഒരു ഉപകരണത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഉപകരണത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ട് തൻ്റെ പരമസത്യത്തെ അറിയാൻ പരിശ്രമിക്കുക എന്നതാണ് നമ്മുടെ ജന്മോദ്ദേശം. ആ ഉദ്ദേശം നിർവഹിച്ചാൽ മാത്രമേ നമുക്ക് കൃതാർത്ഥതയുണ്ടാവൂ. അല്ലെങ്കിൽ നിരാശയും ദുഃഖവും നമ്മെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിനാൽ നാം നിരന്തരം മനനം ചെയ്ത് അറിയേണ്ടതായ പരമസത്യമാണിത്.
താനറിയില താനാരെന്ന സത്യം, നാമരൂപങ്ങൾക്കതീതമാം സത്യം, ധ്യാനദീപത്താൽ തെളിയുന്ന സത്യം, താനേ താനായി എരിഞ്ഞു നിന്നിടുന്ന സത്യം.